LDFിൻ്റെ ഭരണം തുടരും. അതോടൊപ്പം തന്നെ 60 സീറ്റുകളിൽ BJPയുടെ വലിയ മുന്നേറ്റമുണ്ടാകും. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകും. ഇത് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞതല്ല, കോൺഗ്രസിൻ്റെ തന്നെ തിരുവനന്തപുരം DCC പ്രസിഡന്റായ പാലോട് രവി പറയുകയാണ്. ഇപ്പോൾ തന്നെ എല്ലാം ഉറപ്പിച്ചോ കോൺഗ്രസ്? പാലോട് രവി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന തെറ്റിച്ച് പാടുന്ന ഒരു നേതാവിനെയാണ്. ജനഗണമന അധിനായക ജയഹേ എന്നുള്ളത് അവസാനം ആ മൈക്ക് പിടിച്ചു വാങ്ങിച്ച് MLA സിദ്ദിഖ് ജനഗണമന പാടേണ്ടി വന്നു. അല്ല, കോൺഗ്രസിനെ രക്ഷിച്ചു, അതെ, ഇന്ത്യയെ രക്ഷിച്ചു, കോൺഗ്രസിനെയും രക്ഷിച്ചു, പാലോട് രവിയെയും രക്ഷിച്ചു. അല്ലെങ്കിൽ ഒരു പക്ഷേ അതൊക്കെ പൊതുവേ ഈ പാലോട് രവിക്ക് നമ്മുടെ ഈ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ കിളിപോയ അവസ്ഥയിലാണ് എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഓർമ്മപ്പശ കൊണ്ട് പലതും അദ്ദേഹം മറന്നു പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ സ്വമേധയ വിരമിച്ച് ഇതിൽ നിന്നൊക്കെ ഒഴിവായി പോകണം. അല്ലാതെ ഇങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത്. ഇതിവിടെ ഇപ്പോൾ സംഭവത്തിൽ ഈ പാലോട് രവി മറ്റൊരു പ്രവർത്തകനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതാണ് ചോർന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കും, 60 സീറ്റുകൾ നേടും, LDFിൻ്റെ ഭരണം തുടരും, കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, ഒരാൾ സ്വന്തം പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ആ പാർട്ടിയെ വെറുത്ത്, അല്ലേ, അതിനോട് അങ്ങേയറ്റത്തെ വെറുപ്പ് അദ്ദേഹത്തിനുണ്ട് എന്നല്ലേ? ഇനി എത്ര വലിയ തോൽവിയെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഇപ്പം നമുക്കറിയാം BJP നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP വലിയ രീതിയിൽ വോട്ട് പിടിക്കില്ല, തോൽക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അത് BJP മണ്ഡലമല്ല. പക്ഷെ BJP അവിടെ മത്സരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ജയിക്കും, കംഫർട്ടബിളായിട്ട് ജയിക്കും. ഇത് ഏത് പാർട്ടിയും അങ്ങനെയാണെന്നേ, ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ പാലക്കാട് അൻവർ പറഞ്ഞല്ലോ ജയിക്കുമെന്ന്. അതെ, അൻവർ പറഞ്ഞല്ലോ ജയിക്കുമെന്ന്. ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാത്ത അൻവർ പോലും പറഞ്ഞു ഞാൻ ജയിക്കും, ഞാൻ നിലമ്പൂരിൽ നിന്ന് നടന്ന് തിരുവനന്തപുരത്തേക്ക് പോയി സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ്. അതുപോലെ ഇപ്പോൾ പാലക്കാട് നമുക്ക് എല്ലാവർക്കും അറിയാം CPM 3-ാം സ്ഥാനത്താണ്. പക്ഷെ പാർട്ടി ഒരിക്കലും പരാജയം സമ്മതിച്ചിട്ടില്ല. അവരിനിയും എത്ര തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഈ പാർട്ടി ഉണ്ടെങ്കിൽ അവരവിടെ മത്സരിച്ചിരിക്കും. അവരുടെ വോട്ട് അവർ പിടിച്ചെടുത്തിരിക്കും. ഇത് പക്ഷേ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആയുധം വെച്ച് കീഴടങ്ങുന്നത് പോലെ ആയിപ്പോയി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ ചേരിപ്പോര് നടക്കുന്നു എന്നാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിക്ക് ഒരു വലിയ അടിത്തറ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെല്ലാം, ആലപ്പുഴ CPMൻ്റെ വലിയ സ്വാധീനമുള്ള ജില്ലയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ അവിടെ പോലും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ്സാണ്. വയലാർ രവിയെ പോലെയുള്ള വലിയൊരു നേതാവിനെ സംഭാവന ചെയ്ത ജില്ലയാണ് വയലാർ രവി. അതുപോലെ തന്നെ തച്ചടി പ്രഭാകരൻ, ഇവരൊക്കെ ആലപ്പുഴയിൽ നിന്ന് ഉയർന്നു വന്ന കോൺഗ്രസ് നേതാക്കളാണ്, ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളാണ്. ഇവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലയൊക്കെ, പത്തനംതിട്ട ജില്ലയൊക്കെ നായർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള കോൺഗ്രസ്സിന്, അതായത് നായർ സമുദായത്തിൽ നിന്ന് കോൺഗ്രസ്സിൽ വന്ന് നേതാക്കളായി തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് ജയിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള ജില്ലകളാണ് ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ടയൊക്കെ. പക്ഷേ ഈ ജില്ലകളിലൊക്കെ ഇപ്പോൾ കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അവിടെയൊക്കെ BJP ക്രമാനുഗതമായിട്ട് വോട്ട് കൂട്ടിക്കൊണ്ട് വളർന്നു വരികയാണ്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് തന്നെ പറയാം ഈ തെക്കൻ ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകൾ. പിന്നെ അവർക്ക് ശക്തിയുണ്ട് എന്ന് നമ്മൾ കരുതുന്നത് തൃശ്ശൂരും പാലക്കാടിൻ്റെ കുറച്ച് ഭാഗങ്ങളും പിന്നെ കാസർഗോഡുമാണ്. ഏതെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ജില്ലകളിൽ, ഇപ്പോൾ എറണാകുളത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ വോട്ട് കൂടുതൽ കിട്ടുന്നുണ്ടാകാം, ഒരു 40,000-ത്തിനടുത്ത് വോട്ട് കിട്ടുന്നുണ്ടാകാം. പക്ഷേ ആ ജില്ല BJPക്ക് അത്ര ആയാസകരമല്ല പിടിച്ചെടുക്കാൻ. ഞാൻ ഈ ആദ്യം പറഞ്ഞ ജില്ലകൾ, തെക്കൻ ജില്ലകളും തൃശ്ശൂരും കാസർഗോഡും ഒക്കെ കുറച്ചുകൂടെ
ബി ജെ പിക്ക് സ്വാധീനമുണ്ട്, കുറേ കൂടെ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ജില്ലയിൽ നിലവിൽ ഏതാണ്ട് രണ്ടാം സ്ഥാനത്താണോ മൂന്നാം സ്ഥാനത്താണോ എന്ന് സംശയിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, അപ്പം നമുക്കറിയാം തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ 2 ലോക്സഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. ആ ആറ്റിങ്ങലിൽ UDF ജയിച്ചു, കോൺഗ്രസ് ജയിച്ചു, തിരുവനന്തപുരത്തും കോൺഗ്രസ് ജയിച്ചു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിത്രം മാറുകയാണ്. ഈ ആറ്റിങ്ങൽ ജില്ലയിൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലം വളരെ അപൂർവമാണ്. അവിടെ വർക്കല LDF ആണ് ജയിച്ചത്, CPM ആണ് ജയിച്ചത്, ചിറയൻകീഴ് CPM ആണ് ജയിച്ചത്, ആറ്റിങ്ങൽ, അതുപോലെ കാട്ടാക്കട, അതുപോലെ നെടുമങ്ങാട്, അരുവിക്കര, വാമനപുരം 7 മണ്ഡലങ്ങളും തൂത്തുവാരി കൊണ്ടുപോയത് LDF ആണ്. അവിടെ UDF ജയിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നാലും കോവളം ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലത്തിലും ജയിച്ചത് LDF ആണ്. അവിടെയും തിരിച്ചടിയാണ് അവരെ കാത്തിരുന്നത് 2021. ഈ 26-ലും സമാനമായ ഒരു അന്തരീക്ഷം സംജാതമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പാലോട് രവി ഇപ്പോൾ പറയാതെ പറഞ്ഞിരിക്കുന്നത്. അതായത് കോൺഗ്രസ് എങ്ങനെയും തോക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. BJPക്ക് അവിടെ അദ്ദേഹം LDF ഭരണത്തിൽ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ തിരുവനന്തപുരത്ത് BJPക്ക് വലിയ നേട്ടമുണ്ടാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹം നെടുമങ്ങാട് സീറ്റിൽ മത്സരിക്കാൻ വളരെയധികം താല്പര്യപ്പെടുന്ന ഒരാളാണ്. നേരത്തെ അദ്ദേഹം നെടുമങ്ങാടെന്ന് ജയിച്ച MLA ആയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ അനാരോഗ്യ നിമിത്തം അദ്ദേഹത്തിൻ്റെ ചില ആരോഗ്യ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് ചെറുപ്പക്കാരായ ആരെങ്കിലും നെടുമങ്ങാട് മത്സരിക്കും എന്നും കേൾക്കുന്നുണ്ട്. ഇത് പാലോട് രവിയെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയാണ്. അദ്ദേഹം ഒരു തവണ കൂടെ അവിടെ നിന്ന് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിന് പ്രായം ഏതാണ്ട് 70-നോടടുത്ത് പ്രായമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാഴ്ചയ്ക്ക് അത്രയും തോന്നുന്നില്ലെങ്കിലും അദ്ദേഹത്തിനും പ്രായമുണ്ട്. ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയാസ്പദമാണ് ഉത്തരം. പക്ഷേ കോൺഗ്രസ് പൊതുവെ ഇക്കുറി കേരളത്തിലെമ്പാടും ഈ യൂത്ത് കോൺഗ്രസ്സിൽ ഒരുപാട് ചെറുപ്പക്കാർ വന്നു ചേർന്നിട്ടുണ്ട്. അത്തരം ചെറുപ്പക്കാരെ പതുക്കെ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അത് കോൺഗ്രസ്സിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ളത് കോൺഗ്രസ്സിലാണ്. നമ്മളത് കഴിഞ്ഞ തവണ കരുനാഗപ്പള്ളിയിൽ കണ്ടതാണ്. 2016-ൽ കരുനാഗപ്പള്ളിയിൽ മത്സരിച്ച ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് മഹേഷ്, അദ്ദേഹം അവിടെ തോറ്റുപോയി. ചെറിയ വോട്ടിനാണ് തോറ്റത്. പക്ഷേ 2021-ൽ അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ശക്തമായ ഇടത് തരംഗമുണ്ടായിട്ടുകൂടെ ഈ കോവിഡിന് ശേഷം ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു. 2016-ൽ അവർ 91 സീറ്റുകളാണ് നേടിയതെങ്കിൽ 92 സീറ്റുകളാണ് നേടിയതെങ്കിൽ 2021-ൽ അത് 97-ഉം 98-ഉം ഒക്കെ ആയിട്ട് വർദ്ധിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും കരുനാഗപ്പള്ളിയിൽ ഈ CR മഹേഷ് ജയിച്ചു വന്നു. അത് കോൺഗ്രസ്സിനൊരു പാഠമാണ്. കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്തെല്ലാം അവർ ചെറുപ്പക്കാരെയാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. പാലക്കാടും അതുപോലെ നമ്മുടെ പുതുപ്പള്ളിയിലും ചേലക്കരയിൽ തോറ്റുപോയെങ്കിൽ കൂടി അവർ ചെറുപ്പക്കാരായ ആൾക്കാരെ മത്സരിപ്പിച്ച് വലിയ നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാലോട് രവിയുടെ സ്ഥാനാർത്ഥിത്വം അത് ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആണ്. കിട്ടി എന്ന് പറയാം. അതിനുള്ള സാധ്യത 100% അദ്ദേഹം നെടുമങ്ങാടെന്ന് മത്സരിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോകുമെന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവം? അത് തിരുവനന്തപുരത്ത് ഏതാണ്ട് ഇപ്പോൾ അങ്ങനെയാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കൂ, കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ പല സ്ഥലത്തും ഇപ്പോൾ പണ്ടൊക്കെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ജയിക്കുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് BJP അവിടെ ഏതാണ്ട് 2-ാം സ്ഥാനത്താണ്. BJP ഇപ്പോൾ 3-ാം സ്ഥാനത്താണെങ്കിലും കോൺഗ്രസും BJP ആയിട്ട് വലിയ വ്യത്യാസമില്ല, ഏതാനും സീറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ വർക്കല കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്, വർക്കല മുനിസിപ്പാലിറ്റിയിൽ. നെടുമങ്ങാട് BJP 2-ാം സ്ഥാനത്ത് നല്ല രീതിയിൽ ജയിച്ചു വന്നിട്ടുണ്ട്. 5-6 സീറ്റുണ്ട് BJPക്ക് അവിടെ. 2-ാം സ്ഥാനത്ത് BJP വന്ന സീറ്റുകളും കൂടുതലാണ് അവിടെ.
അപ്പോൾ ഇതൊക്കെ പിന്നെ പഞ്ചായത്തുകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ബി ജെ പി കോൺഗ്രസ്സിനൊരു വലിയ വെല്ലുവിളിയായി തിരുവനന്തപുരം ജില്ലയിൽ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പാലോട് രവി പറഞ്ഞ ആ കാര്യം തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാകാനാണ് സാധ്യത. പക്ഷേ ഒരു പാർട്ടി നേതാവ് സ്വന്തം പാർട്ടി ഇങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് പോയി തോറ്റു തൊപ്പിയിടും എന്ന് തൻ്റെ പ്രവർത്തകനോട്, ഒരു പാർട്ടിയിലെ ഒരു പ്രവർത്തകനോട് പറയുന്നത് അത് എത്ര കണ്ട് ശരിയാണെന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ. നമുക്കതിനകത്തൊന്നും പറയാനില്ല. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസവും കോൺഗ്രസ്സിലെ ചേരിപ്പോരും ഈ സ്ഥാനാർത്ഥി ആകാനുള്ള അടിയും ഒക്കെ കോൺഗ്രസ്സിന് ഒരിക്കലും ഭൂഷണമല്ല. കോൺഗ്രസ്സിന് മാത്രമല്ല, ഒരു പാർട്ടിക്കും അത് ഭൂഷണമല്ല. CPM-നെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും നടക്കില്ല. നമുക്കറിയാം. അതിന് ആകെ അവിടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് VS-ൻ്റെ കാര്യത്തിലാണ്. VS ഒരിക്കലും എനിക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. അദ്ദേഹത്തെ മത്സരിപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നത് അണികളാണ്. അവർ തെരുവിലിറങ്ങിയപ്പോഴാണ് പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നത്. BJP-യിലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഒരു കല്ലുകടി നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും, പക്ഷേ അത് നിയന്ത്രിക്കാനുള്ള കഴിവും ശക്തിയും BJP-ക്കുണ്ട്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയാണ് അക്കാര്യത്തിൽ നേരിടുന്നത്. അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു മേൽക്കൈ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനേ ഇത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് നേതാക്കൾ അതേക്കുറിച്ച് ആലോചിക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ പാലോട് രവിയുടെ വാക്കുകൾ അങ്ങനെ തള്ളിക്കളയേണ്ടതല്ല. കേരളത്തിൽ പൊതുവെ തിരുവനന്തപുരത്ത് വിശേഷിച്ചും തിരുവനന്തപുരത്ത് BJP-ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്.